ഹലോ എവരിബോഡി, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് 2011 മിനി കൂപ്പറിൻ്റെ റിയർ ബ്രേക്കും റോട്ടറും ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ സ്ട്രിക്ട്ലി മലയാളത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കേരളത്തിലുള്ള ഓഡിയൻസിന് വേണ്ടി മാത്രമായിട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. കഴിഞ്ഞ ജൂലൈയിൽ ഞാൻ ജൂലൈ ആഗസ്റ്റ് വെക്കേഷൻ വന്നപ്പോൾ പപ്പായുടെ വണ്ടി ഒന്ന് ബ്രേക്കും റോട്ടറും ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. അതിൻ്റെ റിയർ ബ്രേക്കും റോട്ടറും ഭയങ്കര സൗണ്ട് കേട്ടതിന് മാറ്റാൻ കൊണ്ടുപോയി. അന്നേരം ആ ഡീലർ പറഞ്ഞ് ചാർജ് കേട്ടപ്പോൾ ഞാൻ ശരിക്കും അമ്പരന്ന് പോയി. ഇത്രയും ചാർജാണ് ഇവർ ബ്രേക്ക് ചെയ്യാനും ചാർജ് ചെയ്യുന്നതെന്ന് കേട്ടപ്പോൾ. ഏത് ഡീലറാണ് ഏത് വണ്ടിയാണെന്ന് ഞാനിപ്പം പറയുന്നില്ല, അന്ന് എവിടെയാണെന്ന് സ്ഥലവും പറയുന്നില്ല. വെറും സിമ്പിളായിട്ട് 4 ബോൾട്ട് അഴിച്ച് വെച്ച് ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യുന്നതിനാണ് അവർ അത്രയും പൈസ വാങ്ങിച്ചത്. ഓക്കെ, നിങ്ങൾക്ക് ഇത് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതിന് ഇച്ചിരി ടൂളൊക്കെ ആവശ്യമുണ്ട്. അത് നിങ്ങൾക്കില്ലെങ്കിൽ തന്നെയും ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം അവരെന്താണ് നമുക്ക് വേണ്ടി ചെയ്യുന്നതെന്നുള്ളത്. ആ ഒരൊറ്റ ഉദ്ദേശത്തിന് വേണ്ടി മാത്രമാണ് ഇത് ഞാനിപ്പം കാണിക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. ജാക്ക് ഉപയോഗിച്ച് വണ്ടി പൊക്കുന്നതിന് മുമ്പ് ലാഗ് ബോൾട്ട് ലൂസ് ചെയ്യണം. ചെറുതായിട്ട് ലൂസ് ചെയ്ത് വെക്കണം. ലാഗ് ബോൾട്ട് ലൂസ് ചെയ്ത് വെച്ചിട്ട് വേണം ജാക്ക് വെക്കാൻ. അല്ലെങ്കിൽ നമ്മൾ പൊക്കിയത് തിരിക്കുമ്പം ചിലപ്പോൾ ടയർ അതിൻ്റെ കൂടെ കിടന്ന് കറങ്ങൊന്നും ഉണ്ടാവും, കഴിക്കാൻ പറ്റത്തില്ല. നല്ല ജാക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. നമ്മൾ ഈ ടയർ അഴിക്കാൻ ഉപയോഗിക്കുന്ന ജാക്ക് വെച്ച് ടയർ ബ്രേക്ക് ചെയ്യാൻ ട്രൈ ചെയ്യരുത്. അത് ഡേഞ്ചറസ് ആണ്. ഇതുപോലത്തെ ജാക്കും പിന്നെ സ്റ്റാൻഡ് ജാക്കും വേണം. ഞാൻ കാണിക്കാം. സ്റ്റാൻഡ് ജാക്ക് ആൻഡ് വെഡ്ജ്. ഫ്രണ്ട് ടയർ വെഡ്ജ് ഉപയോഗിച്ച് വെഡ്ജ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ റോൾ ചെയ്തെങ്കിൽ വണ്ടി നമ്മൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ യൂസ് ടു കണ്ണോന്ന് ഉപയോഗിക്കണേ. നല്ല കട്ടവെല്ലാം വെച്ചാലും മതി. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ മിനി ലിഫ്റ്റ് ചെയ്യുന്നത്. ഒരു ചെറിയ വുഡ് വെച്ചിട്ട് 2 ജാക്ക് പോയിൻറ്റിൻ്റെ ചേർത്ത് വെച്ചിട്ട് പൊക്കിയിട്ട് എന്നിട്ട് ഈ ജാക്ക് ഞാൻ അവിടെ തന്നെ അങ്ങ് വെച്ചിരിക്കും. അതിൽ ലോഡ് കുറച്ച് ചെറുതായിട്ട് ലോഡ് കുറച്ചിട്ട് അതേ വെയിറ്റ് ഇല്ല, അവിടെ സെക്കൻഡറി ആയിട്ട് അവിടെ വെച്ചിരിക്കും. ഇതിലാണ് വണ്ടി ഇരിക്കുന്നത്. സ്റ്റാൻഡ് ജാക്കയിലാണ് വണ്ടി ഇരിക്കുന്നത്. അതേ വെയിറ്റ് ഇല്ല. പിന്നെ വണ്ടിയുടെ ഇതിൻ്റെ റിയർ റോട്ടർ പോയി കണ്ടോ. ലൈക്ക് ഒരു ഗ്രൂ കട്ടൗട്ടായി പോയി. മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്റ്റ് വന്നിട്ട്. അതുകൊണ്ട് അതിനിപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ ഒരു ബോൾട്ടും പിന്നെ താഴെയായിട്ട് കാലപ്പർ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ 2 ബോൾട്ടിൽ ഒന്ന് ഇത് കാലപ്പർ മൗണ്ട് ഇതാ. അത് അഴിക്കണമെങ്കിൽ അത് എടുക്കണമെങ്കിൽ അതഴിച്ചെങ്കിലേ റോട്ടർ എടുക്കാനൊക്കത്തുള്ളൂ. ബ്രേക്ക് പാഡ് ചെയ്യണമെങ്കിൽ ഇത് മാത്രം അഴിച്ചാൽ മതി. ഇത് മാത്രം അഴിച്ചാൽ മതി. റോട്ടറും കൂടെ ചെയ്യണമെങ്കിൽ ഇതിന് ഈ നമുക്ക് ഇതുകൂടെ അഴിക്കണം. ഈ കാലപ്പർ മൗണ്ട് കൂടെ അഴിക്കണം. ഇത് കാലപ്പർ മൗണ്ട് ഹോൾഡ് ചെയ്തേക്കുന്ന 13 mm ബോൾട്ടാണ്. ഇത് രണ്ടും അഴിച്ചു കഴിഞ്ഞിട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണം. സ്ക്രൂ ഡ്രൈവർ കൊണ്ടോ അത് പിക്കുണ്ടെങ്കിൽ പിക്ക് വെച്ച് ജെൻ്റലി ഇതൊക്കെ ബാക്കപ്പ് ചെയ്യണം. ഇത്രയുള്ള കാലപ്പർ ലൂസ് ചെയ്യുന്നു. കാലപ്പർ അഴിച്ചു വിട്ട് എടുത്തു കഴിയുമ്പോൾ ഒരു ബഞ്ചി കോഡോ ഒരു കമ്പിയോ എല്ലാം ഉപയോഗിച്ച് ഇതിനെ ഇങ്ങനെ കെട്ടി നിർത്തണം കേട്ടോ. അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ലൈൻ അല്ലെങ്കിൽ ഹാങ് ചെയ്ത് കിടത്താനുള്ള ബ്രേക്ക് ലൈനിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കെട്ടി ഇങ്ങനെ വെയിറ്റ് ഈ ലൈൻ പൊക്കി നിർത്തണം. മിനിക്കാണെങ്കിൽ ബ്രേക്ക് സെൻസർ ഇത് എൻ്റെ ഡാഷ്ബോർഡിൽ ബ്രേക്ക് കാണിക്കുന്നുണ്ടായിരുന്നു. ഇത് ഒടിഞ്ഞു പോയി കണ്ടോ. ഇത് ഒടിഞ്ഞിരിക്കുക. അത് ഞാൻ അഴിച്ചു മാറ്റി. കാലപ്പർ മൗണ്ട് അഴിക്കണമെങ്കിൽ ഈ ബോൾട്ട് അഴിക്കണം, പിന്നെ ഈ ബോൾട്ട് അഴിക്കണം. ഈ 2 ബോൾട്ട് അഴിക്കണം. 16 mm 2 ബോൾട്ട് അഴിച്ചെടുത്തു.
ഇതാണ് കാലിപ്പർ മൗണ്ട്. ഒരു സെറ്റ് സ്ക്രൂ എടുത്താൽ റോട്ടറിങ് പോരും. ഇത് 15 mm ടോർക്ക് അതാണ് ഇത് അഴിക്കാൻ ഉപയോഗിക്കുന്നത്. ഇത്രയേ ഉള്ളൂ അഴിച്ചെടുക്കാൻ. ഇനി റിവേഴ്സ് പ്രോസസ്സിങ് നെക്സ്റ്റ്. ഇത് പാർട്ട് 1 വീഡിയോ. പാർട്ട് 2 പുതിയ ബ്രേക്ക് പാഡും റോട്ടറും ഞാൻ റീഇൻസ്റ്റാൾ ചെയ്തത് ഇനി അടുത്ത് കാണിക്കാം.